ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ്. എൻ്റെ ഉപ്പയും അനിയനും അനിയത്തിയൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റാണ് കേട്ടോ. അത് 2 BHK ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുന്നിടത്ത് മെയിൻ ഹാളാണ് വരുന്നത്. ആ മെയിൻ ഹാളിൽ കയറി ചെല്ലാൻ ഭാഗത്തിന് TV സ്റ്റാൻഡ്, ജസ്റ്റ് ട്രോഫീസ്. അത് അനിയത്തി കരാട്ടൊക്കെ പഠിച്ചിരുന്നു, അപ്പോൾ അവൾക്ക് കിട്ടിയ ട്രോഫീസാണിത്. താഴെയായിട്ട് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും തന്നെ ട്രോഫീസ് തന്നെയാണ്. അപ്പോൾ അത് ഈ ഡ്രോയിൽ ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ നിക്കാഹിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടത്. പിന്നെ അതിൻ്റെ താഴെ പിന്നെയും ട്രോഫിയാണ്. ഇത് അവൾക്ക് ഇതേപോലെ കോമ്പറ്റീഷന് പോയിട്ട് കിട്ടിയതാണ് ട്രോഫിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം ഇത് ചെറിയൊരു വാട്ടർഫോൾ വെച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നുണ്ട്, കാണാൻ നല്ല രസമാണ്. ഈ സൈഡിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വീട്, പിന്നെ വല്യപ്പ വല്യമ്മ, പിന്നെ നമ്മൾ ചെറുതായിട്ട് ഫാമിലി ഫോട്ടോ അതൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയതാണ്. ഞാൻ നിക്കാഹിൻ്റെ ടൈമിലൊക്കെ ചെയ്യിച്ചാണ് കേട്ടോ. അപ്പം അത് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല മരത്തിനാണ്. ഒരു കുഴപ്പം ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോൾ 8-9 വർഷമായി. ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിലെ ഒറിജിനലല്ല, നമ്മൾ ഇവിടെ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ ഫയല് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു സൈഡ് ഓഫീസ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഇത് പിന്നെ അനിയൻ്റെ സൈക്കിളും പിന്നെ അനിയത്തിൻ്റെ കുട്ടിയുടെ സൈക്കിളാണ് കേട്ടോ. പിന്നെ ഇത് മണി പ്ലാന്റ്. അവർ വന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അവിടെ ഉപ്പാനൊക്കെ ഭയങ്കര പേടിയായിട്ടൊന്നും ചെയ്യില്ല. എൻ്റെ ഫ്ലാറ്റിലാണെങ്കിൽ ഈ ചെടികളൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം തന്നെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ച്, പിറ്റേ ദിവസം പ്ലാന്റ് ഇല്ല. ഇൻഡോറും മാത്രമേ ഒരു പോട്ടും ഉണ്ട്, വേറെ പ്ലാന്റേ ഇല്ല. അതാണ് അവസ്ഥ. ഇത് പിന്നെ കാരണം ഷാർജ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ആ സൈഡ്. ഇത് ഇതിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. അതിന് മേലെ ലേഡീസൊക്കെ വന്ന് നടക്കും. ആ സൈഡിൽ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. അത് ആ ബിൽഡിംഗ് കാരണം കാണുന്നില്ല. ഇത് പിന്നെ ഈ സൈഡാണ്. അപ്പോൾ ഇതാണ് ഹാളിലെ സെറ്റിങ്സൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിൽ കാട്ടാൻ പോകുന്നത്. ഹാളത്തുള്ള ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ സൈഡിൽ ഒരു ചെറിയൊരു ബാത്റൂം ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ ഡൈനിങ് ഹാളാണ്. ഇതിപ്പോൾ ഇതാ ഇവർ ഒതുങ്ങിയിരിക്കുന്നത് ഫോണും കണ്ടിട്ടാട്ടോ. ഞാൻ അവിടെ ഫ്ലാറ്റിലാകുമ്പോൾ ഞാൻ ഫോൺ കൊടുക്കില്ല. ഇവിടെ പിന്നെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോൺ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതൊക്കെ പരത്തും. ഇവിടെ ഫ്രൂട്ട്സാണ്. ഇത് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഫ്രൂട്ട്സ് ഇങ്ങനെ വയ്ക്കും. എടുത്ത് കഴിക്കലൊക്കെ കുറവ് തന്നെയാണ്. പിന്നെ ഈ ഫ്രൂട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു അനിയത്തി ചൈനീസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ അവിടെ നിന്ന് കൊടുത്താവുന്നു ചൈനീസിൻ്റെ ചിങ്കൻ ഹണി പൊമല്ലോ പറഞ്ഞിട്ട് നമ്മളെ മാതള നാരങ്ങല്ലേ, അതാണ് സംഭവം. കഴിക്കാനൊക്കെ രസമുണ്ട്. അതാണ് അത്. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതങ്ങനെ ഒന്നവിടെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പാക്കറ്റ് അങ്ങനെ ഒഴിവാക്കിയത്. അപ്പോൾ അത് രസമുണ്ട് കഴിക്കാനൊക്കെ. ചൈനയുടെ ആണ് ഇത്ര. അപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് കഴിക്കാൻ കേട്ടോ. ഒരു അനിയത്തി ചൈന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ അനിയത്തി വേറെ താമസം കേട്ടോ. അവളുടെ കുട്ടിയും ഹസ്ബൻഡും അവൾ വേറെ താമസം. അവിടെ അടുത്ത് തന്നെയാണ്, ഷാർജ തന്നെയാണ്. ഞാൻ മാത്രമേ അജ്മാനിലുള്ളൂ. ഇത് പിന്നെ നമ്മളെ ജീരകം മിഠായും പെരിഞ്ജീരകം, പിന്നെ മറ്റു കുറച്ച് ഇത് പെരിഞ്ജീരകമാണ്. ഇത് ഞാൻ ആ മെയിൻ ടേബിളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അവരിങ്ങനെ കയറി ഇരുന്ന് കഴിക്കുക. അപ്പോൾ അത്ര നല്ല ഫുള്ളുണ്ടായിരുന്നു ആ ജീരക മിഠായൊക്കെ. അതൊക്കെ അത്രയും കാലിയാക്കിയതാണ്. ഇത് പിന്നെ ഫ്ലാക്സ് സീഡ്സാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ മിക്സാക്കി ആട്ടാ ജീരകം കൂടി മിക്സ് ആക്കിയതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇത് അയൺ ചെയ്യുന്ന ടേബിളാണ്. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് നീക്കി വെച്ച്. ഇതാകുമ്പോൾ അവനക്ക് എത്തില്ല. മറ്റേത് അവൻ ടേബിളിൽ കയറി ഇരുന്നിട്ട് അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നാശാക്കിയിരുന്നു. അപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് നമ്മളെ കിച്ചണാണ് വരുന്നത്. കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണല്ലേ നമ്മൾ മെയിൻ വരിക, ലേഡീസിൻ്റെ മെയിൻ സെക്ഷനല്ലേ കിച്ചൺ. ഇത് പിന്നെ അമ്മ സ്പ്രിങ് ഓണിയന്, പിന്നെ ഇത് നമ്മളെ കഞ്ഞിക്കൂർക്ക, ഇത് പിന്നെ പുതിനയുടെയും മല്ലിച്ചപ്പൊക്കെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അത് പിന്നെ ഈ സൈഡിൽ മണി പ്ലാന്റ് ഉണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കിച്ചണിൻ്റെ സെറ്റിങ്സ്. ആ സൈഡിൽ പിന്നെ വെള്ളത്തിൻ്റെ ക്യാനൊക്കെ വെച്ചിരിക്കുകയാണ് ഡോറിൻ്റെ ബാക്കിൽ. ഇത് പിന്നെ തക്കാളി, ഫ്രഷ് തക്കാളിയാണ് കേട്ടോ. നല്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാണ്. ഇപ്പോൾ അപ്പാക്ക് അവിടെ ഓഫീസുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുന്നതാണ്. പിന്നെ ഇതിൻ്റെ അനിയൻ്റെ സ്കൂട്ടറാണ് കേട്ടോ. അവനത് ഇങ്ങനെ ചാർജർ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ മെയിൻ പിന്നെ ഒരു ബെഡ്റൂമാണിത്. 2 ബെഡ്റൂമാണ്. അത് ഇപ്പം അമ്മയൊക്കെ ഉപയോഗിക്കുന്ന റൂമാണ് കേട്ടത്. ഉസ്താദ് ഹോട്ടൽ പോലെ കേട്ടോ. ഞങ്ങൾ 4 പെൺകുട്ടികളും ഒരു അനിയനാണ്. താത്തപ്പം നാട്ടിലാണുള്ളത്. പിന്നെ ഞാൻ, പിന്നെ ഒരു അനിയത്തി, അവളാണ് ചൈനീസ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അടുത്ത് തന്നെ താമസം, ഷാർജയിൽ തന്നെ. പിന്നെ ഒരു അനിയത്തി അവൾ വർക്ക് ചെയ്യാണ്.
പഠിക്കുന്നുണ്ട്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. പിന്നെ അനിയൻ 6th-ലാണ് കേട്ടോ. അവൻ്റെയാണ് ആ സ്കൂട്ടറൊക്കെ കണ്ടത്. അപ്പോൾ പിമ്മിയും ചെറിയ അനിയത്തിയും അനിയനും മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളൊക്കെ പിന്നെ ഓരോരോ സ്ഥലത്തല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ബെഡ്റൂം കഴിഞ്ഞു. ഇതാണ് അനിയത്തി യൂസ് ചെയ്യുന്ന റൂം. ഇത് അവളുടെ റൂമാണ്. നമ്മൾ വന്ന ഇതിലാണ് ഉണ്ടാവുക കേട്ടോ. അവൾക്കൂടെ അലമ്പാക്കിയിടാനും പറ്റില്ല, നീറ്റായിട്ട് തന്നെ ഇരിക്കണം. കുട്ടികളൊക്കെ എന്തെങ്കിലും അലമ്പാക്കി അപ്പം ചീത്ത അറിയും, ഒക്കത്തിനും പിടിച്ച് പുറത്താക്കും. എപ്പോഴും അവർക്ക് നീറ്റായിട്ടുണ്ട്. ഇവർ വന്ന് ഓരോന്ന് വിളിച്ചിടൊക്കെ ചെയ്യും. അപ്പോൾ ഫുൾ അലമ്പാക്കിയിടും. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ഉപ്പാനെ ഭയങ്കര പേടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെറുതെ അങ്ങനെ ആരെങ്കിലും വലിച്ചിടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലാറ്റിലാണെങ്കിൽ പിന്നെ വലിച്ചിടലും എനിക്ക് ക്ലീൻ ആക്കാനും ഇതിനൊക്കെ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടേബിളിൽ ഇരിക്കണ പോലെ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഒരു ദിവസം വെച്ചപ്പോഴത്തേനും അത് ടേബിളിൻ്റെ അടിയിൽ സോഫയുടെ അടിയിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ അതൊന്നും അങ്ങനെ തൊടില്ല കേട്ടോ. മിഠായി സാധനങ്ങൾ ഇങ്ങനത്തെ അതൊക്കെ കണ്ടാലാണ് വിളിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നാൽ ഇങ്ങനെ കളിച്ചിട്ടും അവിടെ നടന്നിട്ട് ഫോൺ കണ്ടിട്ടും അങ്ങനെ ഇരിക്കും. പിന്നെ പേടിയല്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.